തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ICDS ഇരിട്ടി അഡീഷണലിന്റെയും ആഭിമുഖ്യത്തിൽ പോഷകാഹാര പ്രദർശനവും അനീമിയ ബോധവൽക്കരണ ക്ലാസും നടന്നു. കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി ഉദ്ഘാടനം ചെയ്തു. പോഷകാഹാര മാസാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കറിയാം, അംഗൻവാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാനധികം എടുത്തു പറയേണ്ടതില്ല. കാരണം നമ്മൾ വ്യത്യസ്തപരമായ ക്ലാസ് കേൾക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാരായാലും അതുപോലെ തന്നെ ആശാപ്രവർത്തകരായാലും നമ്മുടെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നവരെല്ലാവരും. അംഗൻവാടി തുടങ്ങിയത് മുതൽ 1975 ഒക്ടോബർ 2-നാണ് നമ്മുടെ ICDS രൂപീകരിച്ചത് മുതൽ നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ നേട്ടങ്ങളുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടത്. അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അവരുടെ 20-ദിന പരിപാടിയിലാണ് ICDSന് രൂപം കൊടുത്തത്. ICDSന് രൂപം കൊടുത്തത് തന്നെ ഒരു 20 വർഷക്കാലത്തേക്കുള്ള പദ്ധതി എന്ന നിലയിലാണ്. ഏത് സമയവും ഈ പദ്ധതി എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പദ്ധതിയായിട്ടാണ് രൂപീകരിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളിലും കുട്ടികളിലും വിളർച്ച രോഗം, അതുപോലെ തന്നെ മാതൃമരണം, ശിശുമരണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. തെരൂർ UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മനോഹരൻ അധ്യക്ഷനായി. ബാബുരാജ് അയ്യല്ലൂർ അനീമിയ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ജിഷ, മെമ്പർമാരായ TK ലതിക, K റഹ്ഷാന, P ബാബു, JHI ഗോപിക, ICDS സൂപ്പർവൈസർ A ബിന്ദു, അങ്കണവാടി വർക്കർ പ്രീത എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു.